സങ്കീർണമായ ഘട്ടങ്ങളിൽ ആണെങ്കിലും മൃതദേഹത്തോട് മാന്യത പുലർത്തുക എന്നത് ഒരു മാനവിക ബോധമാണ്. വ്യത്യസ്ത മത രാഷ്ട്രീയ മേഖലകളിൽ ഈ കൊണ്ടും കൊടുത്തു ഏറ്റുമുട്ടുന്നവർ പോലും ഇത് പൊതുവെ പാലിക്കാറുണ്ട്. ഉമ്മ എന്നത് സമാനതകളില്ലാത്ത ഏറെ അർത്ഥതലങ്ങളുള്ള ഒരു സ്ഥാനമാണ്. ഇത്രയേറെ വിദ്വേഷത്തോടെ പെരുമാറാൻ മാത്രം വെറുക്കപ്പെടേണ്ടവരല്ല നമ്മുടെയൊക്കെ അമ്മമാര്. ആശയപരമായ വിയോജിപ്പുകൾ ഉമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം, എങ്കിലും അതൊരു ഉമ്മയുടെ ന്യായമായ അവകാശ ബോധത്തിൽ നിന്നുണ്ടാകുന്നതല്ലേ. അപ്പൊ അതിനോട് യോജിക്കാം, ഇല്ലെങ്കിൽ വേണ്ട വിയോജിക്കാം. പക്ഷെ ആ വിയോജിപ്പ് ഒരു മൃതദേഹത്തെ പോലും അപമാനിക്കുന്ന വിധത്തിലേക്ക് അതിനെ വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ സംഭവിക്കുക എന്നാൽ നാം നേടിയെന്ന് കരുതുന്ന സകല മൂല്യ മാനവിക ബോധങ്ങളെയും റദ്ദ് ചെയ്യലാണ്. താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. കഷ്ടമെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല, കാര്യം ഞാൻ താങ്കളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി ഈ സ്വതന്ത്ര ചിന്ത കൊണ്ട് ഉണ്ടാകേണ്ടത് മിനിമം പക്വതയും ആർജിക്കേണ്ടുന്ന മിനിമം സംസ്കാരവും ഔചിത്യ ബോധവും ഒക്കെ ഉണ്ട് കേട്ടോ. അത് മതകീയ സ്വഭാവങ്ങളിൽ നിന്നും ഉയർന്ന മാനവികതാ ബോധത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അത് ആർജിക്കാത്തവരുടെ സ്വതന്ത്ര ചിന്ത കൊണ്ടൊരു കാര്യമില്ല. മിസ്റ്റർ ആരിഫ് ഹുസൈൻ ഉമ്മ മരിച്ചത് കൊണ്ടിട്ട പോസ്റ്റിനെതിരെ വന്ന ഒരുപാട് വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ മറുപടി ഇങ്ങനെയാണ്: പോസ്റ്റ് പിൻവലിക്കില്ല, മാപ്പ് പറയാനല്ല വ്യക്തമാക്കാനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് ഞാനിട്ട പോസ്റ്റ് കണ്ട് എന്നെ സദാചാരവും സ്നേഹവും പഠിപ്പിക്കാൻ വരുന്നവരോട് ആ പോസ്റ്റിലെ ഓരോ വാക്കും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ കൃത്യമായ ഉദ്ദേശത്തോടെ കുറിച്ചതാണ്. അതിലൊരു വരി പോലും പിൻവലിക്കുന്നില്ല, ഖേദിക്കുന്നുമില്ല. കാരണം അതൊരു മകന്റെ കേവലമായ വിലാപമോ ദേഷ്യമോ ഈർഷ്യയോ അല്ല. മതം അനാഥമാക്കിയ, മാതാപിതാക്കളാൽ വെറുക്കപ്പെട്ട ആയിരക്കണക്കിന് എക്സ് മുസ്ലിം മക്കൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി? വ്യക്തമായ കാരണങ്ങളുണ്ട്. മരണം വെച്ചുള്ള നിങ്ങളുടെ മുതലെടുപ്പ്, ഇസ്ലാം ഉപേക്ഷിച്ചവരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റു സുഹൃത്തുക്കളുടെയോ മരണം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മതപ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടതാണ്. സയ്യിദ് മുഹമ്മദ് ആനക്കയം, ഗിരീഷ്, ഷിഹാബുദ്ദീൻ മേത്തർ എന്നിവരൊക്കെ മരിച്ചപ്പോൾ നിങ്ങളുടെ മതം അത് ആഘോഷമാക്കിയതും അവരുടെ മരണത്തെ പോലും ഇസ്ലാം വിട്ടാൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിച്ചതും ഞാൻ മറന്നിട്ടില്ല. മരിച്ചവരെ പോലും വെറുതെ വിടാതിരിക്കുന്ന നിങ്ങളുടെ ആ രീതിക്കുള്ള എൻ്റെ മറുപടിയാണത്. അത് ഞാൻ പറയും. ഉമ്മ വാപ്പ ഒക്കെ മരിച്ചാൽ അന്നേരം മിണ്ടാതെ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നെ ആ ഗണത്തിൽപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. സ്വർഗത്തിലേക്കുള്ള ക്രൂരമായ കച്ചവടം, സ്വന്തം ചോരയെക്കാളും മക്കളെക്കാളും സ്നേഹം പ്രവാചകനോടും മതത്തോടും വേണമെന്ന് പഠിപ്പിക്കുന്ന ക്രൂരമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇരയായിരുന്നു എൻ്റെ ഉമ്മ. മരണശേഷം കിട്ടുമെന്ന് മതം വാഗ്ദാനം ചെയ്യുന്ന സ്വർഗ സുഖങ്ങൾക്കു വേണ്ടി ജീവിച്ചിരിക്കുന്ന സ്വന്തം മകനെ തള്ളിപ്പറയാനും കൊന്നൊടുക്കാൻ കൂട്ടുനിൽക്കാനും ഒരമ്മയെ പ്രേരിപ്പിച്ചത് ആ വിശ്വാസമാണ്. സ്വന്തം മക്കളെ ബലി കൊടുത്ത് സ്വർഗം വാങ്ങാൻ ശ്രമിക്കുന്ന ആ ക്രൂരമായ കച്ചവടത്തെ തുറന്നു കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന എൻ്റെ ബാധ്യതയാണ്. അത് ഇനിയും തുടരും. നിർലജ്ജം. ജിഹാദും നിങ്ങളുടെ വിറളിയും. ദൈവത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ചു പോരാടുന്നവരാണ് ജിഹാദ് എങ്കിൽ സ്വന്തം മാതൃസ്നേഹത്തെ പോലും കൊന്ന് മതത്തിനു വേണ്ടി മരണം വരെ പോരാടിയ എൻ്റെ ഉമ്മ ജിഹാദി തന്നെയാണ്. ജിഹാദ് പുണ്യമാണെന്ന് പറയുന്ന നിങ്ങൾ ഞാൻ എൻ്റെ ഉമ്മയെ അങ്ങനെ ജിഹാദി ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തിനാണ് വിറളി എടുക്കുന്നത്? അത് ഉമ്മയുടെ മതപരമായ വിജയമല്ലേ? നിങ്ങൾ സമാധാനിക്കുക. സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? ആണുങ്ങൾക്ക് ഹൂറിമാരെയും നിത്യകന്യകമാരെയും വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്ത് കിട്ടും? സ്വന്തം ഭർത്താക്കന്മാരെ അല്ലാതെ മറ്റാരെയും കിട്ടില്ലെന്നല്ലേ പ്രമാണം? അപ്പോൾ എൻ്റെ ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് അപമാനമാകുന്നത്? അത് നിങ്ങളുടെ സ്വർഗത്തിൻ്റെ പൊള്ളത്തരമല്ലേ കാണിക്കുന്നത്? ആ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത?
ഇനി അതല്ല, നിങ്ങളുടെ ഉമ്മ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാകുമെങ്കിൽ എൻ്റെ ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് എനിക്കും പറയാൻ സാധിക്കും. തൽക്കാലം കടിച്ചു പിടിച്ചിരിക്കുക. ഇതാണ് ഇസ്ലാം. എൻ്റെ ലക്ഷ്യം നിങ്ങൾ ഈ പോസ്റ്റും സ്ക്രീൻഷോട്ടും പ്രചരിപ്പിക്കുമെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്ക് വേണ്ടതും. എന്നെ തെറിവിളിക്കാനാണെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ ഓരോ മുസ്ലിം വീടുകളിലും ഈ ചോദ്യങ്ങൾ എത്തും. അല്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വർഗം കിട്ടാൻ വേണ്ടി സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ പുറത്താക്കുന്നതാണോ യഥാർത്ഥ മാതാപിതാക്കളുടെ കടമ? ഇതാണോ ഇസ്ലാം? സ്വർഗത്തിൽ പുരുഷന് കിട്ടുന്ന സുഖങ്ങൾ പോലും കിട്ടാത്ത സ്ത്രീ എന്തിനാണ് ആ സ്വർഗത്തിന് വേണ്ടി മകനെ വെറുക്കുന്നത്? എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടമായി, പക്ഷേ ഞാനൊരു വ്യക്തി മാത്രമല്ല, മതത്തിന്റെ പേരിൽ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട, വെറുക്കപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാണ്. അവർക്ക് വേണ്ടിയാണ് ഈ തുറന്നെഴുത്ത്. അത് തുടരും. ഉമ്മ മരിച്ചു, പക്ഷെ ഉമ്മയുടെ സ്നേഹം എന്നിൽ നിന്ന് കവർന്നെടുത്ത, ഉമ്മ വിശ്വസിച്ച ആ ആശയങ്ങളോടുള്ള എൻ്റെ യുദ്ധം തുടരുക തന്നെ ചെയ്യും. പിന്നെ ഈ സമയത്താണോ ഇതൊക്കെ എന്ന ചോദ്യം ഈ സമയത്ത് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് കൊണ്ടത് എന്ന് ആരിഫ് ഹുസൈൻ തെരുവാത്ത്, എക്സ് ജിഹാദി.